ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഈ നീക്കം നടത്തുന്നതിന്റെ പിന്നിൽ ഞാൻ കഴിഞ്ഞ 20 ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് അത് തുറന്നു പറയേണ്ടി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം ഞങ്ങളെപ്പോലെയുള്ള നിരവധി ആളുകൾ ഇക്കാര്യങ്ങൾ അദ്ദേഹത്തോട് എന്ന നിലയിലല്ല, പാർട്ടിയിലെ മുഴുവൻ നേതാക്കളും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പല നേതാക്കളോടും ഇക്കാര്യങ്ങൾ ഞങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്ത് തന്നെ ഈ പാർട്ടിക്കകത്ത് ഏതാനും ചില ആളുകളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ പാർട്ടിക്കകത്ത് ചില ആളുകൾ അവരുടെ കോക്കസ് ഉണ്ടാക്കുകയും ആ കോക്കസിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോ ഓരോരുത്തരായി ഇപ്പോ പല ചാനലുകളിലൂടെയും പലരും ഇപ്പോൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിന്, അയാളുടെ അധികാര ഭ്രമത്തിന് വേണ്ടി ഈ പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും അവിടെ പ്രശ്നമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ ചാണ്ടി ഉമ്മൻ ഈ പ്രതികരണം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പാലക്കാട് MLA-യുടെയും വടകര MP-യുടെയും ഫോട്ടോ പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഈ ചാണ്ടി ഉമ്മന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ട് വലിയ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറഞ്ഞവരെ അവഹേളിച്ചും അപമാനിച്ചും അവരുടെ മാതാപിതാക്കളെ വിളിച്ചും ആ രീതിയിൽ അവഹേളിച്ച് അവരെ മിണ്ടാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആരെങ്കിലും അതിൽ ഇടപെടുന്നുണ്ടോ? ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? മുഴുവൻ MLA-മാർക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാർജ് കൊടുത്തു, പക്ഷെ എനിക്ക് ചാർജ് തന്നില്ല. ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ ആരെങ്കിലും അറിഞ്ഞോ? ആരെങ്കിലും അന്വേഷിച്ചോ? എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പാലക്കാട് വരാത്തതിന്റെ കാരണമെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, പരിഭവം പറയുന്ന ആളുകൾ, പരാതി പറയുന്ന ആളുകൾ, അഭിപ്രായം പറയുന്ന ആളുകൾ, നിലപാട് പറയുന്ന ആളുകൾക്കൊന്നും ഈ പാർട്ടിയിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന മട്ടിൽ അവരെ മുഴുവൻ ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പ്രാണികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്, പുഴുക്കൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലും ഈ പാർട്ടിക്കകത്ത് നീതി കിട്ടില്ല എന്ന തിരിച്ചറിവിന്റെ പേരിലാണ് ഞങ്ങൾ പാർട്ടിക്കകത്ത് നിരവധി തവണ പറഞ്ഞ ആളുകളാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ആരുടെയും പേര് ഈ ഘട്ടത്തിൽ, ഞാനിപ്പോൾ DYFIയിൽ മെമ്പർഷിപ്പ് എടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ DYFI പ്രവർത്തകനായി ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഞാൻ ആ പാർട്ടിക്കകത്ത് നേതാക്കളുടെ പേര് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രായത്തിലുള്ള KSUയിലൂടെ വന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരിക്കുന്ന നിരവധി ആളുകൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏകപക്ഷീയമായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം നിന്ന ആളുകൾ, കെ കരുണാകരനോടൊപ്പം നിന്ന ആളുകൾ, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകളെ മുഴുവൻ മാറ്റി നിർത്തുകയാണ്. ചില ആളുകൾക്ക് മാത്രം പ്രിവിലേജ് കിട്ടുകയാണ്. ആ പ്രിവിലേജ് കിട്ടുന്ന ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ആ അവസരങ്ങൾ കിട്ടുന്ന ആളുകൾ മാത്രം കയറി വരുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയാണ് മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാണ്. നമുക്കൊരു ചുമതലയും തരാതിരിക്കുക, നമ്മളെ പാർട്ടി പരിപാടികൾക്ക് വിളിക്കാതിരിക്കുക, നമുക്ക് പാർട്ടി മീറ്റിംഗ് നമ്മളെ അറിയിക്കാതിരിക്കുക, അങ്ങനെ മുഴുവൻ ഇപ്പോ ചാണ്ടി ഉമ്മൻ അനുഭവിച്ചതുപോലെ തന്നെ ഷാനിബിനെ പോലെ ഒരാൾ ഈ കാര്യങ്ങളിൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അവഗണന നേരിടുന്നു എന്ന് പറയുന്ന പോലെയല്ല ചാണ്ടി ഉമ്മൻ അവഗണന നേരിടുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒന്നുമില്ലാതെ പ്രവർത്തനത്തിലൂടെ മാത്രം മുന്നോട്ട് വന്നവരാണ്. നിങ്ങളുടെ അവഗണന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായൊരു പ്രതികരണവുമാണ്.